നമസ്കാരം. പ്രധാന വാർത്തകൾ. എം.എൽ.എ. റോജി എം. ജോൺ വിവാഹിതനായി. ആശംസകളുമായി പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് യുവനേതാവും അങ്കമാലി എം.എൽ.എയുമായ റോജി എം. ജോൺ വിവാഹിതനായി. കാലടി മാണിക്യമംഗലം സ്വദേശിനി ലിപ്സിയാണ് വധു. അങ്കമാലി ബസലിക്ക പള്ളിയിൽ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 വിവാഹ ചടങ്ങുകൾ നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹത്തിന്റെ ചിലവ് ചുരുക്കി പ്രസ്തുത തുക അങ്കമാലിയിലെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ ഉപയോഗിക്കുമെന്ന് റോജി എം. ജോൺ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഉമാ തോമസ് എം.എൽ.എ. അടക്കമുള്ളവർ ഇരുവർക്കും വിവാഹമംഗളാശംസകൾ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ സ്വദേശിയായ വീട്ടമ്മയാണ് ഇന്ന് വൈകിട്ടോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. 77 വയസ്സായിരുന്നു. ഇവർ 1 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവരുടെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. അതേസമയം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച പഠനം എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ്. രോഗബാധയ്ക്ക് പാരിസ്ഥിതിക മാറ്റങ്ങൾ കാരണമാകുന്നുണ്ടോ എന്നറിയാൻ പഠനം നടക്കുന്നുണ്ടോ എന്നതിൽ പോലും വ്യക്തതയില്ല. പുൽപ്പള്ളിയിൽ അഭിഭാഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാപ്പിക്കുന്ന് കാരക്കാട്ട് ഇലഞ്ഞിക്കൽ മനോജിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ കോൺഗ്രസ് നേതാവ് കെ എബ്രഹാമിനെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മനോജ് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴയിൽ മോഷണക്കേസ് പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ശ്രീമന്ത മണ്ഡൽ, സനത് മണ്ഡൽ എന്നിവരാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പു കോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിലെ പ്രതികളാണ്. നേരത്തെ ഇരുവരെയും മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. വാഴകുളം പോലീസ് പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് രക്ഷപ്പെട്ടത്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒരാളെ വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പോലീസ് പിടികൂട്ടിയിട്ടുണ്ട്. മറ്റൊരു പ്രതിക്കായി മൂവാറ്റുപുഴ പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ ഊർജിതമാക്കി. കോടികൾ ചിലവിട്ട ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുടങ്ങിയത് കത്രികയുടെ പേരിൽ. പി.കെ. കുഞ്ഞാലിക്കുട്ടി മടങ്ങി. കോടികൾ മുടക്കി നിർമ്മിച്ച തിരൂരങ്ങാടി നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന വേദിയിൽ അപ്രതീക്ഷിത നാണക്കേട്. ഉദ്ഘാടകനായ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് നാട മുറിക്കാൻ കത്രിക ലഭ്യമാക്കാത്തതിനെ തുടർന്ന് ചടങ്ങ് പൂർത്തിയാക്കാതെ മടങ്ങി. ചെമ്മാട്ട് നടന്ന ഈ പരിപാടിയാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഉദ്ഘാടനത്തിന്റെ പ്രചരണത്തിനും ഒരുക്കങ്ങൾക്കുമായി ലക്ഷങ്ങളാണ് സംഘാടകർ ചെലവഴിച്ചത്. വിവിധ പത്രങ്ങളിൽ പരസ്യം നൽകിയും അനൗൺസ്മെന്റുകൾ നടത്തിയും വലിയ തോതിലുള്ള പ്രചരണമാണ് നടത്തിയത്. ഗാനമേള ഉൾപ്പെടെയുള്ള വിപുലമായ ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള റിബൺ മുറിക്കൽ ചടങ്ങിന് കുഞ്ഞാലിക്കുട്ടി എത്തിയപ്പോൾ കൗൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വേദിയിൽ തിക്കും തിരക്കും കൂട്ടി. ഈ തിരക്കിനിടെ ഏറെ ബുദ്ധിമുട്ടി റിബൺ എടുത്ത് എത്തിയപ്പോഴാണ് കത്രികയിലെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംഘാടകർ പരസ്പരം തിരച്ചിൽ നടത്തുകയും കത്രികയ്ക്കായി ഓടി നടക്കുകയും ചെയ്തെങ്കിലും കണ്ടെത്താനായില്ല. സംഘാടകരുടെ ഈ അനാസ്ഥയിൽ ക്ഷുഭിതനായ കുഞ്ഞാലിക്കുട്ടി നാടയ്ക്ക് മുന്നിൽ അല്പനേരം നിന്ന ശേഷം റിബൺ മുറിക്കാതെ തന്നെ മടങ്ങുകയായിരുന്നു.